അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലുള്ള ഏറെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള ശബ്ദം ശ്രവിക്കുന്ന സംഘടനാ നേതാക്കന്മാരെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, ISMൻ്റെ സംസ്ഥാന സമിതി അതിൻ്റെ ആദർശ പ്രബോധന രംഗത്ത് വളരെ സജീവമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമുദായം പൊറുക്കാത്ത സമസ്ത അപരാധങ്ങൾ എന്ന ക്യാപ്ഷനിൽ 3 സ്ഥലങ്ങളിലായിക്കൊണ്ട് ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ആ ആദർശ സമ്മേളനത്തിലെ ആദ്യ സമ്മേളനമാണ് ഈ പ്രദേശത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ മാസം തന്നെ മലപ്പുറം ജില്ലയിലെ പട്ടിക്കാടും അതുപോലെ തന്നെ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ മമ്പുറത്തും വെച്ചുകൊണ്ട് ഇതേ ക്യാപ്ഷനിൽ ഈ പ്രോഗ്രാമുകൾ ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കപ്പെടും. ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ നിയമസഭാ ഇലക്ഷൻ്റെ ചൂടൊക്കെ അവസാനിച്ച് അതിൻ്റെ റിസൾട്ടിനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം, എല്ലാവരും ഇലക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം മുഴുകിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടവരല്ല. മറിച്ച് ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ മാനവരാശിയുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ആദർശ പ്രബോധന പ്രവർത്തനം നടത്താൻ കേരളത്തിൽ നമ്മൾ മാത്രമേയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നാം നിർവഹിക്കുന്നത്, ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ നാം നിർവഹിക്കുന്നത് ഏറ്റവും വലിയ ഒരു കാരുണ്യ പ്രവർത്തനമാണ്. കാരണം യാതൊരു വിദ്യാഭ്യാസമോ യാതൊരു യോഗ്യതയോ പുതിയ പഠനങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ മതത്തിൻ്റെ വേഷവും രൂപവും ഭാവവും സ്വീകരിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യനും പണ്ഡിതനാണ്, പുരോഹിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ 2026 യഥാർത്ഥത്തിൽ നാം ജീവിക്കുന്നത്. മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള പുതിയ പുതിയ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തെ നേരിട്ട് നോക്കിക്കാണുമ്പോൾ പലപ്പോഴും മുജാഹിദുകൾ ചിരിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യാറുണ്ട്. ഏതൊരു മനുഷ്യനും നാളെ ഈ കാരന്തൂരിൽ പുതിയ ഏതെങ്കിലും ഒരു പുരോഹിതൻ രംഗപ്രവേശനം ചെയ്യുകയും അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയയിലൂടെ നിങ്ങളുടെ രോഗം ഞാൻ മാറ്റിത്തരാം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം എൻ്റെ അടുത്തുണ്ട്, അതിന് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 1ാമത്തെ ദിവസം കുറച്ചാളുകളെ കാണും, ഒരു 10 ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടി ആളുകൾ കാണും, ഒരു വർഷം കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ തുടങ്ങിയാലും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ, അത് നോക്കിയിരിക്കാൻ, ആ ചാനൽ കാണാൻ, ആ ചാനലിലൂടെ വരുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് പണം അയച്ചു കൊടുക്കാൻ കേരളത്തിലെ മുസ്ലിം സമുദായം ഇന്നും റെഡിയായി നിൽക്കുന്നു എന്നത് എത്രത്തോളം സങ്കടകരമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ.
നമ്മിൽ തന്നെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ, കലുഷിതമായ ഒരു കാലഘട്ടം, തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഇസ്ലാമിന് നേരെ നിരന്തരമായി ആക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്, അതും ഇങ്ങനെ ഒരു ക്യാപ്ഷനിൽ എന്ന ചിന്ത നമുക്കുണ്ടോ? എങ്കിൽ ആ മനുഷ്യന്മാരുടെ മനസ്സിലെ കരുണ വറ്റിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആളുകളോട് കാലങ്ങളായി സംവദിക്കുന്നത് എന്താണ്? നമ്മൾ കാലങ്ങളായി മാനവരാശിയോട് സംവദിക്കുന്നത് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ്. ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യരെത്തിപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന് പരലോകത്ത് മാത്രമല്ല ലാഭം, മറിച്ച് ഈ ലോകത്തും മനുഷ്യൻ സാമ്പത്തികമായും ശാരീരികമായും എല്ലാ മേഖലകളിലും ലാഭത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദആക്കും ലിമാ യുഹ്യീക്കും. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദആക്കും, അല്ലാഹുവും പ്രവാചകനും നിങ്ങളെ ക്ഷണിക്കുന്നത് ലിമാ യുഹ്യീക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, നിങ്ങൾക്ക് ജീവിതം നൽകുന്ന അഭിമാനകരമായ ഒരവസ്ഥയിലേക്കാണ്. നാം ആളുകളെ ക്ഷണിക്കുന്നത് ഈ ലോകത്തും മനുഷ്യർക്ക് ജീവിതവും ജീവനും നൽകുന്ന അഭിമാനകരമായ ഒരു അവസ്ഥയിലേക്കാണ്. കാരണം ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി അന്ധവിശ്വാസങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യരുടെ സമ്പത്തിന് നഷ്ടമാണ്, ആ മനുഷ്യരുടെ ജീവിതവും ജീവനും നഷ്ടപ്പെടും. അതേതൊരു മതവിഭാഗമാണെങ്കിലും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ വർഷമാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ ചെന്താമര എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, എല്ലാവർക്കും ആ പേര് ഒരുപക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായി മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും. ചെന്താമര എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സജിത എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയെ കൊലപ്പെടുത്തി ജയിലിലേക്ക് പോയി. വർഷങ്ങളോളം ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്നു. പിന്നെയും ആ മനുഷ്യൻ കൊലപ്പെടുത്തുന്നത് സജിതയുടെ അമ്മയെയും സജിതയുടെ ഭർത്താവിനെയുമാണ്. ചെന്താമര എന്ന് പറയുന്ന മനുഷ്യരെ കേരളത്തിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ വല്ലാത്ത ഒരു വൈകാരികതയാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത്. അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് നിങ്ങൾ സജിതയെ കൊലപ്പെടുത്തിയത്? എന്തിനാണ് നിങ്ങൾ സജിതയുടെ അമ്മയെ കൊലപ്പെടുത്തിയത്? എന്തിനാണ് നിങ്ങൾ സജിതയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയത്? എന്തെങ്കിലും അവർ തമ്മിലുള്ള എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യമാണോ? അവർ തമ്മിലുള്ള എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാടുകളാണോ? അവർ തമ്മിലുള്ള എന്തെങ്കിലും അവിഹിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ? അതൊക്കെയാണെങ്കിൽ ആ വിഷയത്തെ നമുക്ക് അങ്ങനെ നോക്കിക്കാണാം. അവിടെയാണ് ഏകദൈവ വിശ്വാസത്തിന്റെ, നിർഭയത്വമുള്ള വിശ്വാസത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടത്. മജ്ജയുള്ള, മാംസമുള്ള, വിവേകമുള്ള, വിവരമുള്ള, പഠനമുള്ള ഒരു മനുഷ്യൻ പറയുന്നത്, ഞാനും എൻ്റെ ഭാര്യയും അകന്ന് ജീവിക്കാനുള്ള കാരണം സജിതയാണ്. അതെന്താ? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണോ? സജിതയും ഇയാളുടെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണോ? അല്ല. ആ മനുഷ്യൻ വൈകാരികമായി പറയുന്നത്, ആ കുടുംബത്തെ മുഴുവൻ ഞാൻ തീർക്കും. കാരണം ഞങ്ങൾക്കെതിരെ മന്ത്രവാദം നടത്തി എന്നെയും എൻ്റെ ഭാര്യയെയും വേർപിരിയിപ്പിച്ചത് ഈ കുടുംബമാണ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ആദർശപരമായ, വിശ്വാസപരമായ ഒരു വൈകല്യം ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഏതൊക്കെ തരത്തിലുള്ള സംശയങ്ങളാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നെത്തുന്നത്? കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കുത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യന് 2023 അതിക്രൂരമായി 2 സ്ത്രീകളും ഒരു പുരുഷനും കൊലപ്പെടുത്തി. എന്താ കാരണം? ഗഫൂർ ഹാജി എന്ന് പറയുന്ന മനുഷ്യനോട് ജിന്നുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്നു, നിങ്ങൾ എനിക്ക് എത്ര സ്വർണം തരുന്നോ അത്രയും സ്വർണം ഞാൻ ഇരട്ടിപ്പിച്ചു തരും. ബിസിനസ് നടത്തിയിട്ടാണോ? കച്ചവടം നടത്തിയിട്ടാണോ? ഏതെങ്കിലും ബിസിനസ്സിൽ പണമിറക്കിയിട്ടാണോ? എങ്കിലൊക്കെ നമുക്ക് പറയാം അതൊരു കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അതൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നാട്ടിൽ അറിയപ്പെടുന്ന, നാട്ടിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായി ജീവിച്ചിരുന്ന ഗഫൂർ ഹാജിയോട് ഈ ജിന്നുമ്മ പറയുന്നത് ഒരു കച്ചവടത്തെ കുറിച്ചല്ല, ഒരു ബിസിനസിനെ കുറിച്ചല്ല, സാമ്പത്തികമായ ഏതെങ്കിലും മേഖലകളിൽ അതിന്റെ പണം നിക്ഷേപിച്ചുകൊണ്ട് ലാഭം കൊയ്യുന്നതിനെ കുറിച്ചല്ല. മറിച്ച് പറയുന്നത്, എന്റെ കയ്യിലേക്ക് നിങ്ങൾ തന്നാൽ ഞാൻ മന്ത്രം നടത്തിയിട്ട് അത് നേരെ ഇരട്ടിപ്പിച്ചു തരും.
അദ്ദേഹം എത്ര പവൻ കൊടുത്തു? 598 പവൻ കൊടുത്തു. 1 അല്ല, 10 അല്ല, 100 അല്ല. ഗഫൂർ ഹാജി എന്ന് പറയുന്ന നല്ല വിവരവും കാഴ്ചപ്പാടുമുള്ള ഒരു മനുഷ്യൻ 598 പവനാണ് ഒരു പുരോഹിതക്ക് നൽകിയത്. മാസങ്ങൾ പിന്നിട്ടു. ഗഫൂർ ഹാജി ജിന്നുമ്മയെ വീണ്ടും വീണ്ടും ബന്ധപ്പെട്ടു. അവരൊക്കെ ഇവിടെ ഈ സമീപ പ്രദേശത്തുള്ള പല പുരോഹിതന്മാരുടെയും അടുത്തുകൂടെ കറങ്ങി നടന്നതിന്റെ ചില ദൃശ്യങ്ങൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ നമുക്ക് പങ്കുവച്ചു. ഗഫൂർ ഹാജി അവരോട് ആവശ്യപ്പെട്ടു, സ്വർണം എവിടെ? സ്വർണം ഇരട്ടിച്ചോ? അപ്പൊ ഇവർ വീണ്ടും ഒരു പറ്റിക്കല്. ഇവർ പറഞ്ഞു 50,000 രൂപ വരും മന്ത്രം നടത്താൻ സ്വർണം കൊണ്ടുള്ള ഒരു തകിട് വേണം. ഇദ്ദേഹം മാസങ്ങൾ പിന്നിട്ടു. ഇദ്ദേഹത്തിന് അപ്പോഴും ബോധ്യമാകുന്നില്ല, ഞാൻ അകപ്പെട്ടിരിക്കുന്നത് വിശ്വാസപരമായ ഒരു വൈകല്യത്തിലാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല. അദ്ദേഹം വീണ്ടും 50,000 രൂപ കൊടുത്തു സ്വർണം കൊണ്ടുള്ള ഒരു തകിടുണ്ടാക്കാൻ. അതിനുശേഷം ഈ ജിന്നുമ്മ ഗഫൂർ ഹാജിയോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും, നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ സ്വർണത്തിന്റെ ഇരട്ടിപ്പിനുള്ള മന്ത്രവാദം നടക്കുന്നത്. അതുകൊണ്ട് വീട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും, ഭാര്യയെ, മക്കളെ, കുടുംബത്തെ എല്ലാവരെയും നിങ്ങൾ പറഞ്ഞയക്കണമെന്ന്. അദ്ദേഹം എല്ലാവരെയും പറഞ്ഞയച്ചു. ആരോടും പറഞ്ഞില്ല ആരാണ് വരുന്നത് എന്ന്. ഇദ്ദേഹത്തിനൊരു സംശയം തോന്നിയോ? എന്നെ ഇവർ പറ്റിക്കുകയാണ് എന്നൊരു സംശയം തോന്നിയോ? ഇല്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൗത്യം ഇനിയും എത്രത്തോളം നാം നിർവഹിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം ഓരോ മുജാഹിദിന്റെയും മനസ്സിലേക്ക് വരേണ്ടത്. വീട്ടിലേക്ക് വന്നു, അതിനിട്ടൂരമായി ആ മനുഷ്യനെ കൊലപ്പെടുത്തി. എന്തേ കാരണം? ഗഫൂർ ഹാജി എന്ന് പറയുന്ന മനുഷ്യന്റെ 598 പവൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതല്ലല്ലോ, അയൽവാസികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഇത് ഇരട്ടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു വാങ്ങിയതാണല്ലോ. എത്ര മനുഷ്യന്മാർ ഈ വിശ്വാസ ചൂഷണത്തിൽ അകപ്പെട്ടു? എന്തേ കാരണം? എന്തേ കാരണം? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഏകനായ സട്ടാവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം. ആ സട്ടാവിൽ നിന്ന് മാത്രമേ അഭൗതികമായി, അദൃശ്യമായി എന്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുകയുള്ളൂ, ഒരു തിന്മ ബാധിക്കുകയുള്ളൂ എന്ന തൗഹീദിന്റെ അചഞ്ചലമായ വിശ്വാസം അവർക്കുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നാം ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ് ഈ ആദർശ പ്രബോധനം എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിൽ ഹസീന എന്ന് പറയുന്ന 25 വയസ്സുള്ള ഒരു പെൺകുട്ടി, വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്തേ കാരണം? ജന്മന അപസ്മാര രോഗമുള്ള ഒരു പെൺകുട്ടിയാണ് ഹസീന. പിതാവ് കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല. ഇങ്ങനെ ഹസീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് എന്ന് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ തിരിച്ചറിയുന്നു. പിതാവിനെ സമീപിച്ചു. രോഗം ഞാൻ മാറ്റിത്തരാം, പ്രശ്നം ജിന്നു കൂടിയതാണ്, നിങ്ങൾ എന്ത് തരും? 5 ലക്ഷം രൂപയും ഒരു കാറും ആ പിതാവ് ഓഫർ ചെയ്യുകയാണ്. എന്തിനാണ് ഓഫർ ചെയ്യുന്നത്? നമുക്ക് മനസ്സിലാകുന്നു അബദ്ധമാണ്, വിശ്വാസ വൈകല്യമാണ് എന്ന്. ആ മനുഷ്യൻ സ്വന്തം പിതാവ് സ്വന്തം മകളെ ക്രൂരമായി കൊലപ്പെടുത്താൻ നൽകിയ പണമല്ല, മറിച്ചോ ഈ ബാധിച്ച ജിന്നൊന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നൽകിയതാണ്. 5-8 ദിവസത്തോളം ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന പുരോഹിതൻ കൊല്ലം ജില്ലയിൽ ഹസീന എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് മന്ത്രവാദം ഭൂമിയിൽ നടത്തി. ഒരുപാട് അടി, ഒരുപാട് ഇടി. ഈ പെൺകുട്ടി മരണപ്പെടാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഈ പിതാവിനോട് ഇദ്ദേഹം പറഞ്ഞു എന്നാണ്, എനിക്കൊരു കയ്യാളായിട്ട് ഒരാൾ വേണം. ആര്? ഡിഗ്രി 2nd ഇയറിന് പഠിക്കുന്ന ഹസീനയുടെ സഹോദരൻ റൂമിലേക്ക് വിളിച്ചു. അവനോട് പറഞ്ഞു, എളുപ്പം പോയി ഒരു സോഡ കുപ്പി വാങ്ങിക്കൊണ്ടുവരണം. അതെന്തിനാ? ജിന്നി സോഡ കുപ്പിയിലേക്ക് ഇറങ്ങാം. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ ഊരക്ക് ചവിട്ടുമ്പോ ജിന്ന് മൂക്കിലൂടെ ഇറങ്ങി വരും, അപ്പൊ നീ അമർത്തി ഈ സോഡ കുപ്പി വെക്കണം. പോലീസ് പറയാൻ സ്വന്തം സഹോദരനെ പ്രതിയാക്കാൻ ഈ മുസ്ലിയാർ ചെയ്തതാണ് ഇത് എന്ന്. അതിക്രൂരമായി പ്രിയപ്പെട്ടവരെ 5 ലക്ഷം രൂപയും ഒരു കാറും ഓഫർ ഏറ്റുവാങ്ങി അതിക്രൂരമായി ഒരു പിതാവിന്റെ കണ്ണ് നനയിപ്പിച്ച, നമ്മുടെയെല്ലാം കണ്ണ് നനയിപ്പിച്ച പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ആ പെൺകുട്ടിയുടെ കരൾ വരെ കലങ്ങിയിരുന്നു എന്ന് പറയുമ്പോ മുജാഹിദുകളെ, ഇതിനേക്കാൾ വലിയ എന്ത് ദൗത്യമാണ് ഈ കേരളക്കരയിൽ നമുക്ക് നിർവഹിക്കുവാനുള്ളത്? നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന വാർത്തകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ. എന്താണ് ഈ ജീവിതം എന്നതിനെ കുറിച്ച് മാനവരാശി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ദുനിയാവ് എന്നത്? ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും.
ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോ ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബുലുവന്നക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ചില ആളുകൾക്ക് അല്ലാഹു ഭയം നൽകും, ചില ആളുകൾക്ക് അല്ലാഹു പേടി നൽകും. അത് ജിന്ന് കൂടിയതാണ്, ജിന്നിറക്കാൻ കൊണ്ടുപോകാം എന്നല്ല പറയേണ്ടത്, അതൊരു പരീക്ഷണമാണ്. വൽ ജൂഇ, ചില ആളുകൾക്ക് വിശപ്പ് നൽകും. വനഖ്സിൻ മിനൽ അംവാലി, സാമ്പത്തികമായ നഷ്ടമുണ്ടാകും. അപ്പോ ബേജാറാകണ്ട. ബാപ്പ കച്ചവടം തുടങ്ങി, വെല്ലിപ്പ കച്ചവടം തുടങ്ങി, മകൻ കച്ചവടം തുടങ്ങി, കച്ചവടം അങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല. എന്താണ്? അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. നിരന്തരമായ മരണങ്ങൾ ഉണ്ടാകുമ്പോ അടുത്തുള്ള ഉസ്താദിനെ വിളിച്ചു കൊണ്ടുവന്ന് പറയുന്നു, എന്താണ് ഇവിടെ മരണം നടക്കാനുള്ള കാരണം? അപ്പൊ ഉസ്താദ് വീട്ടിലേക്ക് വന്ന് പറയാണ്, ഇതിന്റെ കിടപ്പ് ശരിയല്ല, വീടിന്റെ. അങ്ങനെയാണ്, കിടപ്പ് ശരിയല്ല. ചാലിശ്ശേരി ആറ്റക്കോയ തങ്ങൾ എന്നൊരു മനുഷ്യന്റെ, ഒരു സമസ്ത പുരോഹിതന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക വാസ്തുശാസ്ത്രം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ കന്നിമൂല എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വാസ്തുപുരുഷൻ എന്നാൽ എന്താണ്? ഇതൊരു ഹൈന്ദവ വിശ്വാസമാണല്ലോ. വാസ്തുപുരുഷൻ എന്നത് ഒരു ഹൈന്ദവ വിശ്വാസമാണ്. കന്നിമൂല നോക്കിക്കൊണ്ട് വീട് കയറ്റുക എന്നത് ഒരു ഹൈന്ദവ വിശ്വാസമാണ്. ആ വിശ്വാസം ഹൈന്ദവർക്കാകാം, എന്നാൽ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നു. അവരുടെ വിശ്വാസമാണ്, അവർക്ക് അതനുസരിച്ചു കൊണ്ട് പോകാം. പക്ഷെ ഇസ്ലാമിലേക്ക് ഈ വിശ്വാസം കടന്നു വന്നു. എത്ര വിശ്വാസങ്ങൾ കേരളക്കരയിലേക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കടന്നു വരാനുള്ള കാരണം പറയുന്നത്, മുസ്ലിങ്ങളായി കുറെ ആളുകൾ കടന്നു വന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജാതീയതയുടെ പേരിൽ അവർ ഇസ്ലാം പഠിച്ചിട്ട് വന്നതല്ല, എന്താണ് ഖുർആൻ എന്ന് പഠിച്ചിട്ട് വന്നതല്ല. ഇവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, മാലിക് ബിൻ ദീനാറും കൂട്ടരും വന്നു. അവർ ഇവരെ ചേർത്തു പിടിച്ചു. അവരുടെ കൂടെ ദ്വിഭാഷികൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇവര് എല്ലാവരും അഗണ്യമായി തള്ളിക്കളഞ്ഞ മനുഷ്യരുടെ അടുത്തുപോയി, താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരുടെ അടുത്തുപോയി ഭക്ഷണം കഴിച്ചു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവരുടെ കൂടെ വെള്ളം കുടിച്ചു. അപ്പോൾ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വല്ലാത്ത ഒരു അഭിമാനമുണ്ടായി. അങ്ങനെ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കടന്നു വന്നപ്പോൾ കുറെ അന്ധവിശ്വാസങ്ങളും അവർ കൊണ്ടുവന്നു. ആ അന്ധവിശ്വാസങ്ങൾ ഇന്നും മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുന്നു. ആ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് ഇവിടെ പുരോഹിതന്മാർ ചൂട്ടുപിടിക്കുന്നു. ഇന്ന് ഈ സമൂഹം അനുഭവിക്കുന്നത് അതാണ്. അപ്പോ വീടിന്റെ വാസ്തുശാസ്ത്രം, അതിന്റെ കന്നിമൂല, അതിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകൾ പോകുന്നു. അപ്പൊ മരണത്തിന്റെ കാരണം അതാണ്. ഖുർആൻ പറയാ, അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. വബശ്ശിരി സ്വാബിരീൻ, അതുകൊണ്ട് ക്ഷമാലുകൾക്ക് പ്രവാചകരെ നീ സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു മുസീബത്ത് ഒരു മനുഷ്യന് ബാധിച്ചാലും ആ മനുഷ്യൻ പറയേണ്ടത്, ഈ ദുനിയാവ് എന്നത് വളരെ നിസ്സാരമാണ്, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങളുടെ മടക്കവും അള്ളാഹുവിലേക്കാണ്, ക്ഷമിച്ചാൽ അതിന് സ്വർഗമുണ്ട്. പ്രയാസം വരുമ്പോ, ദുരിതങ്ങൾ വരുമ്പോ, കഷ്ടപ്പാടുകൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം വിവിധ ജാറങ്ങളിലൂടെ, മഖബറകളിലൂടെ കറങ്ങി നടക്കുന്ന ഒരു സമുദായമായി മുസ്ലിം സമുദായം മാറുന്നു. ഇല്ലേ? ഈ കാരന്തൂരിലില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന പേരിൽ 10,000 ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു ചെറിയ ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ 1000 വിലക്ക് വാങ്ങുന്ന ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയാലും എത്ര സാധാരണക്കാരുടെ വിയർപ്പാണ് ആ പണത്തിലുള്ളത്? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എത്ര വലിയ ക്രൂരതയാണ് മനുഷ്യരോട് അവർ ചെയ്യുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിത് പറയുന്നത് കൊണ്ട് നമുക്ക് ഭൗതികമായി എന്ത് ലാഭമാണുള്ളത്? എന്റെ സംസാരം ശ്രവിക്കുന്ന എല്ലാവരും അതാണ് ആലോചിക്കേണ്ടത്. ഭൗതികമായി ഈ ലോകത്ത് ഈ ആദർശം ഈ സമൂഹത്തോട് പറഞ്ഞതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന ഭൗതികമായ ലാഭം എന്താണ്? എന്ത് ലാഭമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് തോന്നൊന്നും വേണ്ട, എല്ലാ ആളുകളും അന്ധവിശ്വാസത്തിലേക്ക് വരുന്നു. 2 ജാറം മതി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കാൻ. ലാഭല്ലേ? നമുക്കും കിട്ടൂല അങ്ങനത്തെ മുടി.
അപ്പൊ നമ്മൾ നഷ്ടക്കച്ചവടമായി നടത്തുന്നത്. നമ്മൾ പിന്നെ എന്തിനാ ഇത് പറയുന്നത്? ഇത് ചൂഷണമാണ്. നിങ്ങൾ എത്ര വലിയ സേവനങ്ങൾ ചെയ്താലും, എത്ര മക്കളെ പഠിപ്പിച്ച് പുറത്തിറക്കിയാലും, എത്ര വലിയ ഹോസ്പിറ്റലുകൾ കെട്ടിപ്പടുത്താലും, എത്ര വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകിയാലും, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുടി എന്ന പേരിൽ അത് കൊണ്ടുവന്ന് അതിന്റെ വെള്ളം മനുഷ്യർക്ക് കൊടുത്ത് അത് ചൂഷണം ചെയ്യുന്നത് വിശുദ്ധ ഇസ്ലാമിനെതിരാണ്. പ്രവാചകന്റെ മുടി എന്ന പേരിൽ മുടി ഇറക്കുമതി ചെയ്യാണ്. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ഖുൽ നബിയെ, നീ പ്രഖ്യാപിക്കണം കേട്ടോ, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ ഇല്ലാ മാ ഷാ അല്ലാഹ്. പ്രവാചകരെ, നീ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കണം, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ, എനിക്ക് തന്നെ ഒരു ഉപകാരമോ ഉപദ്രവം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല, ഇല്ലാ മാ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. നബിയാണ് പറയുന്നത്. ഖുൽ എന്നാണ്, പറഞ്ഞു കൊടുക്കണമെന്നാണ്. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈരി, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ തന്നെ ധാരാളം നന്മകൾ ഞാൻ നേടിയെടുക്കുമായിരുന്നു. വമാ മസ്സനിയ സൂ, എനിക്കൊരു തിന്മയും ബാധിക്കില്ലായിരുന്നു. ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, ഞാനൊരു നദീറാണ്, ഞാനൊരു താക്കീതുകാരനാണ്. ഞാൻ ആളുകൾക്ക്, വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരാളാണ് എന്നാണ് പ്രവാചകനോട് പറയുന്നത്. ആ പ്രവാചകന്റെ മുടിയെടുത്തുകൊണ്ട്, ആ പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അവരിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്ന വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള കാരണം, പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് വരുമ്പോ, പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോ, പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോ ആളുകൾ അകപ്പെട്ടു പോകുകയാണ്. അവിടെ ഇസ്ലാം വളരെ കൃത്യമായി മനുഷ്യരെ പഠിപ്പിച്ച ഒന്നാമത്തെ ആദർശമാണ് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അത് പ്രവാചകന്മാർക്കുണ്ടായില്ലേ? വിശുദ്ധ ഖുർആനിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് കുഷ്ഠരോഗം ബാധിച്ചു എന്ന് പറയുന്നത് ഒരു പ്രവാചകനെ കളിയാക്കാനാണോ? ആണോ? കുഷ്ഠരോഗം ബാധിച്ച ഒരു പ്രവാചകൻ എന്ന് കളിയാക്കാനാണോ? അള്ളാഹുവിന്റെ കൂട്ടുകാരനെന്ന് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹു കൂട്ടുകാരനാക്കിയിരിക്കുന്നു. ആ കൂട്ടുകാരനാക്കി എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ മക്കളില്ലാതെ പരീക്ഷിച്ചത് ഇബ്രാഹിം നബി എന്ത് തന്നെ ആയാലും ഒരു മക്കളില്ലാത്തയാളല്ലേ എന്ന് കളിയാക്കാനാണോ? അപ്പോ മക്കളില്ലാത്ത പ്രവാചകന്മാർ, രോഗം ബാധിച്ച പ്രവാചകന്മാർ, പ്രതിസന്ധികളിലുണ്ടായ പ്രവാചകന്മാർ, മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട പ്രവാചകൻ ഇതൊക്കെ നമ്മെ പഠിപ്പിച്ചു തരുന്നത് വലിയ ഒരു ആശയമാണ്. എന്ത് പ്രയാസങ്ങളും ജീവിതത്തിലേക്ക് വരാം, പതറാൻ പാടില്ല. അന്ധവിശ്വാസ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പാടില്ല. ജാറങ്ങളും മക്ബറകളും മുടിയും പൊടിയും അല്ല പരിഹാരം, മറിച്ചോ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ക്ഷമയോടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് പ്രവാചകന്മാർ നിർവഹിച്ചത്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അന്നി മസ്സനിയൽ ദുർറു, അല്ലാഹുവേ എനിക്ക് ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു. കൂടുതൽ പരാതികളൊന്നുമില്ല, ചെറിയൊരു സംസാരാണ്. പിന്നെ അയ്യൂബ് നബി പറയുന്നത് എന്താ? വഅൻത അർഹമുർ റഹീമീൻ, എനിക്ക് പ്രശ്നമല്ല, കാരണം റബ്ബേ നീയാണല്ലോ കരുണാവാരിധിയും കരുണാമയനും. അതാണ് വിശ്വാസിയുടെ നിലപാട്. രോഗം ബാധിക്കുമ്പോഴേക്ക് എത്രയോ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരില്ലേ? രോഗം ബാധിക്കുമ്പോൾ തന്നെ ഏത് അവയവത്തിനാണോ രോഗം ബാധിക്കുന്നത് അപ്പോഴേക്ക് അപ്പവാണിപ നേർച്ചയുടെ അടുത്തേക്ക് പോയി ഏത് അവയവത്തിനാണോ ബാധിക്കുന്നത് ആ ബാധിച്ച അവയവത്തിന്റെ രൂപമുണ്ടാക്കി മന്ത്രിച്ചൂതി അത് കഴിക്കുന്ന ആളുകളില്ലേ? അവർ ചിന്തിക്കണ്ടേ, ഒരു കുഷ്ഠരോഗം ബാധിച്ച പ്രവാചകൻ എന്താണ് ചെയ്തത്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മക്കളില്ലാത്തവർ ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന മേഖലയാണ് വിശ്വാസപരമായി. മക്കളില്ലാത്ത മനുഷ്യന്മാർ, ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാക്കി കൊടുക്കുന്നവരുണ്ട്, പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാക്കി കൊടുക്കുന്നവരുണ്ട്, മക്കളില്ലാത്തവർക്ക് മക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. എവിടെ? കേരളത്തിലുണ്ട്. എത്ര ലക്ഷം രൂപയാണ് ആ കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്? അവരാലോചിക്കണ്ടേ? വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ, സക്കരിയ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പഠിപ്പിക്കുന്നത് എന്താണ്? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന, റബ്ബേ
എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നീ പ്രദാനം ചെയ്യണം റബ്ബേ. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല 86 വയസ്സെത്തിയപ്പോഴും ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ് മടുപ്പില്ലാതെ. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ മഖബറകളിലേക്ക് പോകാതെ, ഏതെങ്കിലും പ്രവാചകന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥനകളില്ലാതെ അള്ളാഹുവിനോട് പ്രതീക്ഷ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആരോട് പ്രാർത്ഥിക്കണം? ആരുടെ അടുത്തേക്ക് അടുക്കണം? മധ്യവർത്തികളുടെ ആവശ്യമില്ലാതെ ഏകനായ സട്ടാവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന ആശയം മനുഷ്യനെ നിർഭയത്വത്തിലേക്കും ചൂഷണമുക്തമായ വിശ്വാസത്തിലേക്കുമാണ് എത്തിക്കുന്നത്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. സക്കരിയ നബി അലൈഹിസ്സലാം ആരോട് പ്രാർത്ഥിച്ചു? റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. നോക്കൂ നിങ്ങൾ എത്ര പ്രതീക്ഷയോടുകൂടിയാണ്. റബ്ബേ, എന്റെ എല്ലുകൾക്കെല്ലാം ബലക്ഷയം ബാധിച്ചു, എന്റെ മുടിയെല്ലാം വെളുത്തുപോയി, പ്രശ്നമില്ല റബ്ബേ. വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. നിന്നോട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അല്ലാഹുവേ ഞാൻ ദൗർഭാഗ്യവാനായിട്ടില്ല. ആ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹുവേ, എനിക്ക് ത്വയ്യിബായ ഒരു സന്താനത്തെ നീ പ്രദാനം ചെയ്യണം റബ്ബേ എന്നത് സക്കരിയ നബിയുടെ പ്രാർത്ഥനയാണ്. ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നീയാണല്ലോ പ്രാർത്ഥന കേൾക്കുന്നവൻ. സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി ഉണ്ടായാലും വിശ്വാസികളോട് അല്ലാഹു പറഞ്ഞത് ക്ഷമിക്കണമെന്നതാണ്. ആ ക്ഷമക്ക് തന്നെ സ്വർഗമുണ്ട്. ആ ക്ഷമയോടുകൂടെ പ്രാർത്ഥനയോടുകൂടി ഏകനായ സട്ടാവിനോടുള്ള പ്രാർത്ഥനയോടുകൂടി ജീവിക്കണം എന്നതാണ്. നമുക്ക് ബാധിക്കുന്ന ദുരിതങ്ങൾ, മനുഷ്യന് ബാധിക്കുന്ന പ്രയാസങ്ങൾ, അത് നീക്കം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് വേഷമാണെങ്കിലും രൂപമാണെങ്കിലും ഏത് ജാറമാണെങ്കിലും മഖബറയാണെങ്കിലും അവിടേക്കുള്ള പ്രവേശനമല്ല ഇസ്ലാം പറയുന്നത്. ഏത് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയാലും അത് നീക്കാൻ അള്ളാഹുവിനെ കൊണ്ടേ കഴിയുകയുള്ളൂ. പിന്നെ എന്തിനൊരു വിശ്വാസി ബേജാറാകുന്നത്? എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയാലും ആ അനുഗ്രഹത്തെ തട്ടിമാറ്റാൻ ലോകത്തൊരു മനുഷ്യനും സാധിക്കുകയില്ല. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ദുരിതം തന്നു എന്ന് വിചാരിക്കുക. ആ ദുരിതങ്ങൾ മാറാൻ വിവിധ മഖബറകളിലൂടെ, ജാറങ്ങളിലൂടെ, കേന്ദ്രങ്ങളിലൂടെ എത്ര സിയാറത്ത് നടത്തിയിട്ടും കാര്യമില്ല. അത് നീക്കം ചെയ്യാൻ അള്ളാഹുവിനെ സാധിക്കുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലെ 17-ാം വചനത്തിലൂടെ പറയുന്നത്. വഇൻ യംസസ്കല്ലാഹു ബിളുദ്ദിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. വഇൻ യംസസ്കല്ലാഹു ബിളുദ്ദിൻ, മനുഷ്യരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരിതം അല്ലാഹു ബാധിപ്പിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, ആ ദുരിതത്തെ നീക്കാൻ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ വേറെ ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല. വഇൻ യുരിദക ബിഖൈരിൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ അല്ലാഹു ഉദ്ദേശിച്ചാൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, ആ നന്മയെ തട്ടിമാറ്റാൻ അള്ളാഹുവിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അപ്പൊ ജീവിതത്തിൽ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, മരണങ്ങൾ, ബിസിനസ്സിലെ നഷ്ടങ്ങൾ ആര് വിചാരിക്കണം? അള്ളാഹു വിചാരിക്കണം അത് ഒഴിവാകാൻ. ഒരുപാട് സമ്പത്ത്, സൗകര്യങ്ങൾ, മക്കൾ, അധികാരം, സ്വാധീനം അതില്ലാതെയാക്കാൻ ആര് വിചാരിക്കണം? അള്ളാഹു വിചാരിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിർ 2-ാം വചനത്തിലൂടെ പറയുന്നു, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യന്റെ മേലാണോ കാരുണ്യത്തിന്റെ വാതിൽ തുറക്കുന്നത്, അതിനെ പിടിച്ചു വെക്കാൻ വേറെ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. വമാ യുംസിക് ഫലാ മുർസല ലഹു മിൻ ബഅദിഹി. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലതും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പിടിച്ചു വച്ചാൽ ആ അനുഗ്രഹങ്ങൾ നീക്കിക്കളയാനും വേറെ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുകയില്ല. ഇത് നിർഭയത്വത്തിന്റെ വിശ്വാസമാണ്. പിന്നെ മനുഷ്യന് പേടിക്കൂല, ജാറങ്ങളെ തെരയൂല, മഖബറയിൽ തെരയൂല, എക്സാം ആയി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്ക് പോകൂല, മന്ത്രി ചൂതിയ പേന വാങ്ങില്ല, ലേഖ്യം വാങ്ങില്ല, പുസ്തകം വാങ്ങില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പ്രത്യേകതയാണ്. ഇതവിടെ കാരന്തൂരിലുള്ളത് പ്രവാചകന്റെ മുടിയാണ്. മലപ്പുറത്ത് മഅദിനിലുള്ളതോ അവിടെ പരീക്ഷാ സമയമാകുമ്പോൾ വലിയ ലൈനാണ്. കാരണം എന്താ? 2 റുപ്യ 5 റുപ്യ ചെലവ് മതി. എത്ര രൂപക്ക് വിറ്റുപോകും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അന്ധവിശ്വാസം എന്ന് പറയുന്നത് 5 രൂപയുടെ ഒരു നൂൽക്കെട്ടുണ്ടായാൽ
5 ലക്ഷവും 5 കോടിയും ഉണ്ടാക്കാൻ കഴിയുന്ന ചൂഷണത്തിന്റെ ബിസിനസ്സാണിത്. അതിൽ നിന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും മാനവരാശിയെ മോചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 51-ാം വചനം പറഞ്ഞു, ഖുൽ നബിയേ നീ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ ഖതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതൊരു നിർഭയത്വത്തിന്റെ വിശ്വാസമാണ്. ഖുൽ നബിയെ നീ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കണം, ആളുകളോട് നീ പറയണം, ലൻ യുസീബനാ ഇല്ലാ മാ ഖതബല്ലാഹു ലനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവിതത്തിൽ എഴുതി വച്ചതല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല. ഹുവ മൗലാനാ, ആ അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷാധികാരി. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് അല്ലാഹുവിൽ അവർ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ എന്നതൊരു വിശ്വാസമാണ്. അതാണ് പ്രിയപ്പെട്ടവരെ നിർഭയത്വത്തിന്റെ വിശ്വാസം എന്നത്. ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ക്ഷമിക്കുക, അതിന് സ്വർഗമുണ്ട്. സ്വർഗമുണ്ട്. വേദനയാണോ? സ്വർഗമുണ്ട്. ഒരു മുള്ളുകുത്തിയതാണെങ്കിൽ വരെ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ്. അതോടുകൂടെ പ്രാർത്ഥനയാണ് വിശ്വാസികൾക്കുള്ള പരിഹാരം. അതേതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് പോയിക്കൊണ്ടുള്ള പ്രാർത്ഥനയല്ല, അത് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഒരു പക്ഷേ പ്രയാസങ്ങൾ നീങ്ങാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ബിസ്മില്ലാ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ 3 പ്രാവശ്യം, പ്രദോഷത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യനെ ഒരു ദുരിതവും ബാധിക്കുകയില്ല. ആ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അതേ പരിഹാരമുള്ളൂ. അതിനെവിടെയും പണം കൊടുക്കണ്ട, ഏതെങ്കിലും സ്ഥലത്തേക്ക് സിയാറത്ത് നടക്കണ്ട, ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ പോയി അഭിമാനം പണയം വെക്കണ്ട, തങ്ങളുടെ സഹോദരിമാരെ ഭാര്യമാരെ കൊലക്ക് കുരുതി കൊടുക്കണ്ട. മറിച്ചോ പ്രാർത്ഥനയാണ് ഇസ്ലാമിന്റെ പരിഹാരം. ആരോടുള്ളത്? അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. ഏതെങ്കിലും സ്ഥലത്തെത്തിപ്പെട്ടു, അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് ഞങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷയെ ചോദിക്കുന്നു. ആ പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞങ്ങൾ രക്ഷയെ ചോദിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ആഫിയത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. അല്ലാഹുവേ, പെട്ടെന്ന് ഞങ്ങളിലേക്ക് വന്നുന്ന ദുരിതങ്ങളിൽ നിന്ന് നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. നിന്റെ എല്ലാ കോപങ്ങളിൽ നിന്നും നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ. അല്ലാഹുവേ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, അല്ലാഹുവേ വദർക്കി ശഖാഇ ദൗർഭാഗ്യങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ എഴുതി വെച്ച മോശം വിധികളിൽ നിന്ന്, ശത്രുക്കൾ ഞങ്ങളുടെ തകർച്ചയിൽ സന്തോഷിക്കുന്നതിൽ നിന്ന് നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. ഈ പ്രാർത്ഥനകൾ അല്ലാഹുമ്മ റബ്ബി എന്നൊക്കെ പറഞ്ഞ് റബ്ബിനോട് മാത്രമുള്ള പ്രാർത്ഥനയാണ് പ്രതിസന്ധികൾക്ക് മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏതൊരു അന്ധവിശ്വാസ കേന്ദ്രങ്ങളാകട്ടെ, അവരെല്ലാം ചൂഷണം ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വർഗം നൽകാം എന്ന് പറഞ്ഞ് ആരും വിളിക്കുന്നില്ല. ഞാൻ ഓർത്തുപോവുകയാണ്, ഈ കാരന്തൂരുള്ള ഈ മർക്കസിലുള്ള മുടി ഇവിടെ എത്തിയ ഉടനെ ഇറങ്ങിയ ഒരു സുന്നി വോയിസ് ഉണ്ട്. ആ കാലത്തെ അതിൽ പറയുന്നുണ്ട് ഈ മുടിയുടെ പ്രത്യേകത എന്താണ് എന്ന്. ആ കൊടുത്ത ഹസറജിയോട് സുന്നി വോയിസിന്റെ ഒരു ചോദ്യകർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഈ മുടി സുഡാനിൽ ദുരിതങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട്. ഇങ്ങനെ മുസ്ലിം ലോകത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഓരോ രാജ്യങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് അത് പറയുന്നുണ്ട്. ഓരോന്നും അതിനാണ് ഈ മുടി രക്ഷകനായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എത്ര ആളുകളാണ് അത് സ്വീകരിച്ചത്? ഒരു സുപ്രഭാതത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു കേശകേന്ദ്രം വരുന്നു എന്ന് പറയുമ്പോൾ, കേശം എന്ന് പറയുന്ന അർത്ഥം തന്നെ മലയാളികൾ കേശമോ കോശമറിയാം, കേശമോ എന്ന് ചോദിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എത്ര വലിയ ചൂഷണമാണ്! അവിടെയാണ് ഇസ്ലാം വളരെ കൃത്യമായി മനുഷ്യനെ ആദർശം പഠിപ്പിക്കുന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. എത്ര കൃത്യമായി വിശുദ്ധ ഖുർആനിലെ വചനമാണ്. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനമാണ്. വഇദാ സഅലക ഇബാദി, പ്രവാചകരെ, എൻ്റെ അടിമകൾ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറയേണ്ടത് ഫഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ ഏറ്റവും അടുത്താണ്.
അതുകൊണ്ട് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ആരാണോ എന്നോട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഞാൻ ഉത്തരം നൽകും. ഫൽയസ്തജീബൂ ലീ വൽയുക്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ, അതുകൊണ്ട് അവർ എന്നോട് ചോദിച്ചു കൊള്ളട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം, അവരെ ഞാൻ സന്മാർഗത്തിലാക്കാമെന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ വളരെ അടുത്താണ്. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അത്ര കൃത്യമായി മനുഷ്യന് മനസ്സിലാകാൻ മനുഷ്യരുടെ പ്രാർത്ഥനകൾ, അർത്ഥനകൾ, നേർച്ച വഴിപാടുകൾ, സഹായങ്ങൾ, ഇതിന് ഇടത്തട്ട് കേന്ദ്രങ്ങളുടെ ആവശ്യമില്ല എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, എന്നോട് സഹായം തേടാൻ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ അവർ നരകത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. വളരെ കൃത്യം ആരോട് വിളിച്ചു പ്രാർത്ഥിക്കണം, ആരോട് സഹായം തേടണം എന്നത് ഖുർആൻ കൃത്യം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്ന് മാത്രമല്ല, അള്ളാഹുവിന് പുറമെയുള്ളവരോട് സഹായം തേടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ആരാകട്ടെ, മിൻ ദൂനിഹി എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന് പുറമെ മഖബറയിൽ കിടക്കുന്നവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ഏത് മഹത്തരമായ ജാറങ്ങളിലുള്ളവരാണ് എന്ന് പറഞ്ഞാലും ശരി, ഖുർആൻ പറയുന്നത് ലഹൂ ദഅവത്തുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അത് അള്ളാഹുവിനുള്ളതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ അവർ ആരോട് വിളിച്ച് സഹായം തേടിയാലും ആരോട് പ്രാർത്ഥിച്ചാലും ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അവർക്ക് യാതൊരു ഉത്തരവും ലഭിക്കുകയില്ല. ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ, ഏതുപോലെയാണ്, ഉദാഹരിക്കുകയാണ്, വെള്ളത്തിലേക്ക് കൈകൾ നീട്ടി വെള്ളം എന്ന് പറയുന്നത് വരെ പോലെയാണ്. ലിയബ്ലുഗ ഫാഹു, അവരുടെ വായയിലേക്ക് വെള്ളം എത്തുന്നുണ്ടോ ഇല്ലല്ലോ, അതുപോലെയാണ് ഇവരുടെ പ്രാർത്ഥന. വമാ ഹുവ ബിബാലിഗിഹി, ആ വെള്ളം അവരുടെ വായയിലേക്ക് എത്തുന്നില്ല. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, നിഷേധികളുടെ പ്രാർത്ഥനകൾ, അവരുടെ സഹായതേട്ടം അത് വഴികേടിലാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ആദർശം. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക, ജാറങ്ങളെ ഓർക്കേണ്ടതില്ല, മക്ബറകളെ ഓർക്കേണ്ടതില്ല, ഇടത്തട്ട് കേന്ദ്രങ്ങളെ ആലോചിക്കേണ്ടതില്ല, മരണപ്പെട്ടു പോയ പ്രവാചകന്മാരെ കുറിച്ച് ചിന്തിക്കേണ്ടതേയില്ല. ക്ഷമിക്കുക, പിന്നെയോ പ്രാർത്ഥിക്കുക. ആരോട്? അള്ളാഹുവിനോട് മാത്രം. അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ വെള്ളത്തിലേക്ക് കൈനീട്ടി വെള്ളമെന്ന് പറയുന്നവരെ പോലെയാണ്, അവർക്ക് വായയിലേക്ക് വെള്ളമെത്തുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ പ്രാർത്ഥിക്കപ്പെടാൻ, ആരാധിക്കപ്പെടാൻ, സഹായം തേടപ്പെടാൻ അള്ളാഹു പറയുമായിരുന്നുവെങ്കിൽ ആരോട് പറയും? അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയും, അല്ലേ? വിശുദ്ധ ഖുർആനിൽ, വിശുദ്ധ ഇസ്ലാമിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 മുഅ്ജിസത്താണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജ് യാത്ര. അത് വലിയ അത്ഭുതമല്ലേ? പക്ഷെ ആ അത്ഭുതം വെച്ചൊരാൾ പ്രവാചകനോട് സഹായം തേടിയാലോ, പ്രവാചകനോട് പ്രാർത്ഥിച്ചാലോ, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ അത്ഭുതങ്ങളെ കുറിച്ച്, ആ മുഅ്ജിസത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വരെ പ്രയോഗിച്ച പദം എന്താണെന്നോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. വലിയ ഒരു മുഅ്ജിസത്താണല്ലോ ഇസ്രാ യാത്ര. പക്ഷേ ഖുർആൻ പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ ഇസ്രാ യാത്ര നടത്തിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. പ്രവാചകൻ എന്താ പ്രയോഗിച്ചത്? അബ്ദ്. ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും സ്തുത്യാർഹമായ സ്ഥാനമാണ് നല്ല ഒരു അബ്ദാകുക എന്നത്, ഒരു മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് വെച്ച് ആളുകൾ പ്രവാചകനോട് സഹായം തേടിയാലോ, ഖുർആൻ പറഞ്ഞു പ്രവാചകൻ അബ്ദാൻ, ഉടമയാരാ? അല്ലാഹുവാൻ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, വിശുദ്ധ ഖുർആനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഖുർആൻ എന്താ പറഞ്ഞത്? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയുടെ മേൽ അവതരിച്ച ആ ഖുർആനിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളൊന്ന് കൊണ്ടുവരിക. പ്രവാചകനെ ഖുർആൻ എന്താ പറഞ്ഞ്? അബ്ദ്, അടിമ. നമ്മളാരാ? അബ്ദാൻ. അള്ളാഹുവിന്റെ പ്രവാചകനോ? അബ്ദുഹു വറസൂലുഹു. അതിന് മുകളിലേക്കില്ല, അതിന് താഴേക്കില്ല. നമ്മുടെ ദർജയല്ല, നമ്മളെ അബ്ദാൻ. അള്ളാഹുവിന്റെ പ്രവാചകനോ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു വറസൂലുഹു, അത്രേ പാടുള്ളൂ. പക്ഷേ അബ്ദുകൽ മിസ്കീനു യർജു ഫളുലകൽ ജമ്മൽ ഗഫീറു ഫിക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു.
ആരോടാ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അറബിയാണ്, ആളുകൾ തെറ്റ് ചെല്ലാണ്. ഖുർആൻ എന്താ പറഞ്ഞ്? അബ്ദുഹു വറസൂലുഹു. എന്നാലോ ശറഫുല്ലനാ മൗലിദോ അബ്ദുക്കൽ മിസ്കീൻ യർജു അബ്ദുക, പ്രവാചകരെ നിന്റെ അടിമ. ഉടമയാരായി? പ്രവാചകനായി. അടിമയാരായി? നമ്മളായി. അപ്പൊ അല്ലാഹുവോ? അപ്പൊ റബ്ബ് എവിടെ? പടച്ചോൻ എവിടെ? ആരാധ്യൻ എവിടെ? അബ്ദുക്കൽ മിസ്കീൻ യർജു, പ്രവാചകരെ നിന്റെ അടിമയായ ഈ സാധുവായ മനുഷ്യനിതാ വന്നിരിക്കുന്നു ആഗ്രഹത്തോടെ. ഫളലകൽ ജമ്മൽ ഗഫീറു, താങ്കളിൽ നിന്നുള്ള മഹത്തായ പാപമോചനത്തിനു വേണ്ടി. ഫീക ഖദ് അഹ്സൻതു ലന്നി, പ്രവാചകരെ നിങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ഒരു പ്രതീക്ഷയുണ്ട്. യാ ബശീറു യാ നദീറു, പ്രവാചകന്റെ രണ്ട് വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രവാചകനോട് സഹായം തേടാൻ തുടങ്ങി, പ്രവാചകനോട് ഇസ്തിഗാസ നടത്താൻ തുടങ്ങി. അത് വെച്ച സുഖാണല്ലോ, താഴെയുള്ളവരൊക്കെ അതിന്റെ ബാക്കിയാന്ന് പറയാം അല്ലേ? അതാണല്ലോ മങ്കൂസ് മൗലീദ്. മങ്കൂസ് മൗലീദ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ സുബ്ഹാന, തുടക്കത്തിൽ അല്ലാഹുവിന്റെ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. അതവിടെ കൊണ്ടുവരണം, എങ്കിലേ നാട്ടിൽ അന്ധവിശ്വാസം ഉണ്ടാവുള്ളൂ. സുബ്ഹാന, എത്ര പരിശുദ്ധൻ. ആര്? അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. ആരെ? ഖമറ നബിയിൽ ഹുദാ, പ്രവാചകനെ. വഔജദ നൂറഹു, പ്രവാചകന്റെ പ്രകാശം വെച്ചു. ഖബ്ല ഖൽഖിൽ ആലം, ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുൻപ്. അപ്പോൾ എന്തുണ്ടായിരുന്നു? ഒരു പ്രകാശം ഉണ്ടായിരുന്നു. നബിനെ പുകഴ്ത്താനല്ല, അപ്പോൾ ഒരു പ്രകാശം ഉണ്ടല്ലോ. അപ്പൊ ആരോടാ ആദം നബി പ്രാർത്ഥിച്ചത്? പ്രകാശത്തോട്. ആരോടാ നൂഹ് നബി സഹായം തേടിയത്? പ്രകാശത്തോട്. ആരോടാ ഇബ്രാഹിം നബി സഹായം തേടിയത്? പ്രകാശത്തോട്. അതാണ് മങ്കൂസ് മൗലീദ് പറയുന്നത്. അപ്പോൾ ഓലൊക്കെ പ്രകാശത്തോട് തേടിയില്ലേ? നമുക്കിടയിൽ മുൻപ് ജീവിച്ചിരുന്ന മരണപ്പെട്ടുപോയ പ്രവാചകനുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അതിലേറെ അനുഗ്രഹീതര. പ്രകാശമൊന്നുമല്ല, നമുക്ക് ഒറിജിനൽ പ്രവാചകൻ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം, മനുഷ്യരെ നിങ്ങൾ അറിയുക, ആദം നബി അലൈഹിസ്സലാം ഒരു പ്രയാസമുണ്ടായപ്പോൾ വസീലയാക്കിയത് ആ പ്രകാശത്തോടാണ്. അത് ഖുർആനിനെതിരായി. വസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ, നൂഹ് നബി അലൈഹിസ്സലാം ഇസ്തിഗാസ നടത്തിയത് ഈ പ്രകാശത്തോടാണ്. അങ്ങനെയാണ് നൂഹ് നബി ആ കപ്പലിൽ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ കളവ്. വകാന ഫീ സുൽബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ടായിരുന്നു ഈ പ്രകാശം. ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസ്വാറ ലഹ്ബുഹാ മുഹ്മദാ, അങ്ങനെയാണ് ഇബ്രാഹിം നബിയെ നമ്രൂദ് രാജാവ് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ രക്ഷപ്പെട്ടത്. എങ്ങനെ? ഈ പ്രകാശം എവിടെയുണ്ടായിരുന്നു? ഈ പ്രകാശം ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ടായിരുന്നു. അപ്പൊ ഗദ്യഭാഗം എങ്ങനെ കഴിയും? പിന്നെ പദ്യഭാഗമാണ്. ആ പദ്യഭാഗം എത്തുമ്പോഴാണ് ഇർതകബതു അലൽ ഖത്വ غير حسر وعدد لك أشكو فيه يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا ولنا مثلك يا سيدي خير النبي. അപ്പൊ നമുക്കാരോടാ? പ്രകാശം ഒഴിവാക്കി. നമുക്കാരുണ്ട്? നബിയുണ്ട്. അതുകൊണ്ട് ഇർതകബതു അലൽ ഖത്വ, പ്രവാചകരെ ഞങ്ങൾ തെറ്റിന്റെ വാഹനത്തിൽ കയറിയിരിക്കുന്നു. غير حسر وعدد, ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത, എണ്ണാൻ കഴിയാത്ത തെറ്റുകൾ. ലാക അശുകു ഫിഹിയ, പ്രവാചകരെ നിങ്ങളോട് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു. സയ്യിദി ഖൈറൻ നബി, എത്ര വിദഗ്ധമായിട്ടാണ് ഈ അന്ധവിശ്വാസത്തെ, ഇസ്ലാമിലില്ലാത്ത ഈ ഇസ്തിഗാസയെ, ഈ ശിർക്കിനെ, ഈ ബഹുദൈവ വിശ്വാസത്തെ ഈ പുരോഹിതന്മാർ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. ഖുർആനിനെതിരല്ലേ? ആദം നബി ആരോട് പ്രാർത്ഥിച്ചു? ഖുർആനിലുണ്ട്. വഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി ഹവ്വാ ബീവിയും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. നൂഹ് നബി ആരോട് പ്രാർത്ഥിച്ചു? റബ്ബിനോട്. ഫനജാ മിനർ റദാനാണ്. ആ നജാ എന്ന പദം വെച്ചുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹുവാണ് രക്ഷപ്പെടുത്തിയത് എന്ന ആയത്തുണ്ട്. ഇബ്രാഹിം നബിയോ ആരോടാ? ഇബ്രാഹിം, തീയിനോട് റബ്ബ് പറഞ്ഞു, ഇബ്രാഹിമിന് തീയെ നീ തണുപ്പും സമാധാനവും നൽകിക്കൊള്ളുക. ഖുർആനിലെ ആയത്തിന്റെ നേരെ എതിര് മങ്കൂസ് മൗലീദ് കൊണ്ടുവരാനുള്ള കാരണം നബിയോടുള്ള സ്നേഹമല്ല, മറിച്ച് പ്രവാചകനെ പോലെ അൽ ഉലമാ വറസത്തുൽ അംബിയാ,
നല്ലതിനല്ല പറഞ്ഞു കൊടുക്കുന്നത്. പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് ഉലമാക്കൾ. അതുകൊണ്ട് ഓരോ കേന്ദ്രങ്ങളിലും മക്ബറകളും ജാറങ്ങളും തുടങ്ങി മനുഷ്യരെ ചൂഷണത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ വിശ്വാസം എന്നത് വലിയ കാരുണ്യ പ്രവർത്തനമാണ്. ഇതിലേറെ വലിയൊരു കാരുണ്യ പ്രവർത്തനമില്ല. അത് ഇതിലേക്ക് എത്തിപ്പെട്ട ആളുകൾക്കറിയാം. ഈ ആദർശത്തിലേക്ക് എത്തിപ്പെട്ട ആളുകൾക്കറിയാം ഇതിലേറെ വലിയ ഒരു കാരുണ്യ പ്രവർത്തനമില്ല. മനുഷ്യരുടെ സമ്പത്ത് അടിച്ചു മാറ്റുന്നില്ല, മനുഷ്യരുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നില്ല, മനുഷ്യരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പുരോഹിതന്മാരുടെ അടുത്തുപോയിക്കൊണ്ട് തന്റെ മനസ്സിനെ തുറക്കേണ്ടതില്ല. ഏകനായ സൃഷ്ടാവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ ആദർശമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. സഹോദരങ്ങളെ, ഇത് ഗ്രാമാന്തരങ്ങളിൽ ഇതിന്റെ പ്രബോധകരായി പ്രചാരകരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.